Hello guys, welcome back to my channel. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അഞ്ജു. You're most welcome to my channel. വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നതിനെ പറ്റിയിട്ട്. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ I just want to clear two doubts or two questions that is going to come up. First thing, ഇതൊക്കെ പറയാൻ ഇവളാരാണ്? Okay. Second thing, ഇതൊക്കെ ഇവൾ എന്തിനാണ് പറയുന്നത്? This is not her content എന്നുള്ളത്. So ആദ്യം തന്നെ ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. First thing, who am I? ഇത് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ടൂടെ എടുത്തോളൂ. I am in no way a career guidance person or something. I am a final year BBA LLB student of 23 years. Okay. അത് ഞാൻ ആദ്യമേ ക്ലിയർ ആക്കാണ്. Second, why this video? Simple answer is because I had to take up or I had taken up something that I don't like. LLB is not my cup of tea and I had to take up LLB or I had taken up LLB. കാര്യകാരണങ്ങളിലോട്ട് നമ്മൾ കടക്കുന്നില്ല. എന്തിനെടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ എന്തിനെടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഇരിക്കട്ടെ. വൈ ദിസ് വീഡിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ പറഞ്ഞ പോലെ തന്നെ ഐ ആം എ പേഴ്സൺ ഹു ഹാഡ് ടു ടേക്ക് അപ്പ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക്. സോ അതുകൊണ്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങളും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല. സോ I didn't wanted my younger sisters or younger brothers to do that same thing. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ is just about how you can decide your career or how you can decide on the course that you want to take up after 12th. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഗൈഡൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ ദാറ്റ് യു പീപ്പിൾ ഡോണ്ട് മേക്ക് ദി മിസ്റ്റേക്ക് ഐ ഡിഡ്. എൻ്റെ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്സിൻ്റെ ഫോമാറ്റിലാണ് ഞാൻ പറയുന്നത്. ദ സ്റ്റെപ്സ് യു ക്യാൻ ഫോളോ. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് യു പീപ്പിൾ ഷുഡ് ബി ഡൂയിങ്. ദാറ്റ് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ ഓർ പ്ലസ് ടു കഴിയാൻ പോകുന്ന സഹോദരന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് വൈ ഐ എം ഹിയർ വിത്ത് സം ടിപ്സ് ടു ഗൈഡ് യു ടു യുവർ ഡ്രീം കരിയർ. അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങുന്ന ബേസ് വെച്ചാണ്. ഓക്കെ, ദാറ്റ് ഈസ് എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന സിറ്റുവേഷനിലുള്ള കുട്ടികൾ. സി, ഐ ഹാവ് ബീൻ ദെയർ. ഓക്കെ, ഐ നോ ഹൗ ഇറ്റ് ഫീൽസ്. ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു യു വാട്ട് യു പീപ്പിൾ ഫീൽ നൗ. എനിക്കത് മനസ്സിലാവും. ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ടേക്കൺ ബെറ്റർ ഡിസിഷൻസ് ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റ് സീ മീ ആസ് യുവർ സിസ്റ്റർ. ദാറ്റ്സ് ഇറ്റ്. First, know your strength, weakness and mainly your interest. നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വീക്ക് ആയിട്ടുള്ള ഏരിയയും ഉണ്ടാവും. സോ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഐ വാസ് സ്ട്രോങ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിറ്റി മച്ച് ഇൻ എക്കണോമിക്സ് ടു. എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ബിസിനസ് മാനേജ്മെൻറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഞാൻ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് ആണ്. അതേ സമയത്ത് എനിക്ക് വീക്കായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ആയിരുന്നു, അല്ലെങ്കിൽ മാത്സ് ആയിരുന്നു. ഓക്കെ, നമ്പേഴ്സും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാനും നമ്പേഴ്സും തമ്മിൽ ചേരില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്ഡ് വെൻ ഐ വാസ് ഇൻ 11th and 12th. സോ ദി മെയിൻ ടിപ്പ് ഹിയർ ഇസ് നോ യുവർ സ്ട്രെങ്ത്. എന്തിലാണ് നിങ്ങൾ എക്സൽ ചെയ്യുന്നത്, ഏതൊരു ഏരിയയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഏരിയ എന്താണ്, അല്ലെങ്കിൽ ഇന്നൊരു സംഭവമാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ജസ്റ്റ് ആലോചിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ സോ ദാറ്റ് യു ഹാവ് ക്ലാരിറ്റി ഇൻ യുവർ തോട്ട്സ്. അതേപോലെ തന്നെ വീക്ക്നെസ്സും അറിയുക, സോ ദാറ്റ് യു ക്യാൻ അവോയ്ഡ് ദാറ്റ് ഏരിയ. നിങ്ങൾക്കതിൽ തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും പറ്റില്ല, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതും എഴുതി മാറ്റി വെക്കുക, സോ ദാറ്റ് യു ഡോണ്ട് ഗോ ടു ദാറ്റ് ഏരിയ. സെക്കൻഡ്, നൗ ഡു യുവർ റിസർച്ച്. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു ഏരിയയിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സസ്, ഇതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഉണ്ട്, ഇതിന് നമുക്കിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ യൂസ് ഇൻ്റർനെറ്റ് ആൻഡ് സെർച്ച്. തേർഡ്, ആസ്ക് ഒപ്പീനിയൻസ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഗൂഗിൾ കാൺ പ്രൊവൈഡ് us ഓർ ഇൻ്റർനെറ്റ് കാൺ പ്രൊവൈഡ് us. ഓക്കെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയേണ്ട ഒന്നല്ല, എസ്പെഷ്യലി നമ്മുടെ മുതിർന്നവരെടുത്തുനിന്ന്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്നുള്ളത്. നൗ സെർച്ച് ഫോർ പീപ്പിൾ അറൗണ്ട് യു ഹു ഈസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഏരിയ ഓർ ഹു ഹാസ് സ്റ്റഡീഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കാം.
what do you think of this particular course or what do you think of this particular post. എല്ലാം അതേക്കുറിച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിന്ന് തിരക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് വേണം എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ 12th കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകാൻ തീരുമാനിക്കുക, എനിക്ക് എൻ്റെതായ ഡൗട്ട്സ് ഉണ്ട്, വാട്ട് ടു ടേക്ക് വാട്ട് നോട്ട് ടു ടേക്ക് എന്ന്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കാം. ഐ എം നോട്ട് ടെല്ലിങ് ടേക്ക് സംവൺസ് ഐഡിയ, നോ, ഡോണ്ട് ഡു ദാറ്റ്. ഇന്ന് അങ്കിൾ പറഞ്ഞു നമുക്കിത് പഠിച്ചാൽ കോടീശ്വരനാവാം, അല്ലെങ്കിൽ ഇന്ന് അങ്കിൾ പറഞ്ഞു ഇത് പഠിച്ചാൽ നിൻ്റെ ഭാവി സെക്യൂർ ആണ് എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പഠിക്കണം. നോ, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ സേ ഹിയർ. നിങ്ങൾ ഒപ്പീനിയൻസ് എടുക്കുക. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ബിക്കോസ് മുതിർന്നവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് നമുക്ക് വേറെ ആരുടെ അടുത്ത് നിന്നും കിട്ടില്ല. ബിക്കോസ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി സ്പീക്ക്. സോ ആ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കുണ്ടാവില്ല, ഉപകാരം മാത്രമേ അത് ചെയ്യുള്ളൂ. സോ ആസ്ക് ഔട്ട് ഫോർ ഹെൽപ്പ്. ഇനി ഫോർത്ത്, ആഫ്റ്റർ യു ഡിഡ് ഓൾ ദിസ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. വാട്ട് ആർ ദി കോഴ്സസ് യു ഗോട്ട്, ദാറ്റ് ഈസ് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കരിയർ ചൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ സംഭവങ്ങളെല്ലാം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു റഫ് സ്കെച്ചിൽ, ദാറ്റ് ഈസ് ഈ ഒരു 4 or 5 പോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴ്സസ് ആയിക്കോട്ടെ എന്താണോ അതിൽ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് വാട്ട് വി ഡു ഇസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് സ്ട്രീം ചെയ്യുക. ദാറ്റ് ഇസ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ഏതൊക്കെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള കരിയേഴ്സിന് നമ്മൾ എലിജിബിൾ ആവും എന്നതൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ല നിങ്ങളൊരു പോസ്റ്റാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചോളൂ. ഓക്കെ, സോ ആ ഒരു പോസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക്വേർഡ് തിങ്ക് ചെയ്യുക. എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റഫ് പ്ലാൻ കിട്ടും. So if you really don't know what and all you need to do, you can Google it or you can ask someone. Now we are going to make the final list. First ഒരു പ്രിഫറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം, ദാറ്റ് ഇസ് ദിസ് ഇസ് ദി വൺ ഐ വാണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു നേരം കൊണ്ട് ഫൈനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് പ്ലാൻ ബി ഉറപ്പായിട്ടും റെഡിയാക്കി വെക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് നെസസറി. ബിക്കോസ് പ്ലാൻ എ തന്നെ വർക്ക്ഔട്ട് ആയില്ല അല്ലെങ്കിൽ അത് തന്നെ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവർ ലൈഫ് എൻഡ്സ് ദെയർ. വി ഹാവ് ടു മൂവ് ഓൺ. സോ അതുകൊണ്ട് പ്ലാൻ ബിയും റെഡിയാക്കി വെക്കുക. ആഫ്റ്റർ മേക്കിംഗ് ദിസ് ഫൈനൽ ലിസ്റ്റ്, നൗ ലുക്ക് ഔട്ട്. ഇഫ് വി ഹാവ് ടു റൈറ്റ് സം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓർ സംതിങ് ഫോർ ദാറ്റ്, എന്തെങ്കിലും രീതിയിലുള്ള എക്സാംസ് നമ്മൾ അതിന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ അങ്ങനെ എക്സാംസ് കൊടുക്കണമെങ്കിൽ വി നീഡ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് അല്ലേ. നൗ ദി ലാസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദി ബെസ്റ്റ് കോളേജസ് അവൈലബിൾ. ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് colleges plays a major role in developing or grooming our future, I would say. So yeah, best colleges and find out here noka, select the best colleges available or the best colleges providing those courses that you shortlisted. That is plan A and plan B. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. കോളേജസ് സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് റെപ്യൂട്ടേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. നെക്സ്റ്റ് ഫാക്കൽറ്റീസ്, ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ്, ടെക്നിക്കൽ ഫെസിലിറ്റീസ്. നിങ്ങളിപ്പം ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു നീഡ് ടു ഹാവ് ലാബ് അല്ലേ. ഡു ദേ പ്രൊവൈഡ് ഓർ ദാറ്റ് കോളേജ് ഹാവ് ഓൾ ദാറ്റ് ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഫോർ ദാറ്റ് കോഴ്സ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. നെക്സ്റ്റ്, ക്യാമ്പസ് ഇൻ്റർവ്യൂ. സോ ഏതൊക്കെ കോളേജസ് ആണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഏതൊക്കെ കമ്പനീസാണ് ആ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വരുന്നത്, സോ ദാറ്റ് യു ഗെറ്റ് പ്ലേസ്മെൻറ്റ് ഇൻ ദി ബെസ്റ്റ് കമ്പനീസ് പ്രൊവൈഡഡ് അല്ലേ. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് പേഴ്സണൽ ടച്ചസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചില പാരൻസ് ദേ ഡോണ്ട് വോണ്ട് ടു സെൻഡ് ദെയർ കിഡ്സ് ടു ഫാർ അല്ലേ. അടുത്തുള്ള കോളേജസ് തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അല്ല, നമ്മുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോകുന്നുണ്ട്, സോ അതിൻ്റെ അടുത്ത് വേണം നമുക്കുണ്ടാവും അല്ലേ. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കോളേജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗ ക്യാൻ യു നോ മോർ അബൌട്ട് ദിസ് അല്ലെ. ഇങ്ങനത്തെ കോളേജസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് അറിയാം. ഫസ്റ്റ് തിങ്, യു ക്യാൻ ചെക്ക് ദെയർ വെബ്സൈറ്റ്. ഓഫ് കോഴ്സ് കോളേജിൽ അവരുടെ പ്രൊവൈഡഡ് വെബ്സൈറ്റ്സ് ഉണ്ടാവും എല്ലാ കോളേജസിനും, സോ യു ക്യാൻ ചെക്ക് ദം ഔട്ട്. ബട്ട് ചില കോളേജസ് യു നോ സംടൈം ദേ മേ ടെൽ ലിറ്റിൽ എക്സ്ട്രാ അല്ലെ, ഉള്ളതിലും കുറച്ച് കൂടുതൽ കാട്ടി പറയുന്ന കോളേജസ് ഉണ്ടാവും. സോ അതും ഒന്ന് മനസ്സിൽ വെക്കുക. സോ ദി ബെസ്റ്റ് വേ ഐ വുഡ് സേ ഇസ് ആസ്ക് ഔട്ട് അതർ സ്റ്റുഡൻസ്. ദാറ്റ് ഇസ് അവിടെ പഠിച്ചവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരെടുത്ത് ചോദിച്ചു നോക്കുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. ബിക്കോസ് they know how the college works or how the system works, how is the education, what is the facilities provided, എല്ലാം അവർക്ക് അറിയായിരിക്കും. സോ അങ്ങനെ ഒരു 2-3 പേരെടുത്ത് ചോദിച്ചു നോക്കുക, so that you know more about that college. Okay, now if you want any help relating this matter,
ഓക്കെ, ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും വി ഹാവ് ജോയിൻഡ് ഹാൻഡ്സ് ടുഗെദർ ടു ഹെൽപ്പ് യു പീപ്പിൾ വിത്ത് ദിസ് തിങ്. ദാറ്റ് ഇസ് ലാസ്റ്റ് ഇയറും ഞങ്ങൾ കുറേ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു to get admissions. It's not exactly to just get admission, to help in whatever possible ways we can. Okay, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോളേജസ് ഓർ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കോളേജസ് ഓർ നിങ്ങൾക്ക് ചേരണം എന്ന് ആഗ്രഹമുള്ള കോളേജസ്, ഇഫ് ഇറ്റ് ഇസ് ഫ്രം മാംഗ്ലൂർ, ബാംഗ്ലൂർ ഓർ ചെന്നൈ, യു ക്യാൻ കോൺടാക്ട് us. വി ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദി നെസസറി ഡീറ്റെയിൽസ്. കോവിഡ് ടൈം, ഇപ്പം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. സോ വൈ അസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് ചാർജിങ് ദിസ്. ഇതൊക്കെ ഞങ്ങളൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ മാത്രം ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ത്രൂ തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് ഒരു നെസസിറ്റിയും ഇല്ല. ഇഫ് യു വാണ്ട് ടു നോ എനിത്തിങ് റിലേറ്റഡ് ഓൾസോ യു ക്യാൻ ആസ്ക്. ദാറ്റ് ഈസ് അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കോളേജസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വി ഹാവ് അസിസ്റ്റൻസ് ഫ്രം ആൻ ഏജൻസി, സോ വി നോ പീപ്പിൾ വർക്കിംഗ് ദെയർ, വി ഹാവ് സീനിയേഴ്സ് വർക്കിംഗ് ദെയർ. സോ അങ്ങനെ ഞങ്ങൾ അവരുടെ അസിസ്റ്റൻസും എടുക്കാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അസ്, പക്ഷേ വി ആർ ദി വൺസ് ഹു ആർ കോർഡിനേറ്റിംഗ് ദിസ്. ജസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് ഡ്യൂറിങ് ദിസ് ടൈം. ലാസ്റ്റ് ഇയറും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ വി ഹാവ് ഹെൽപ്പ് സോ മെനി പീപ്പിൾ ഗെറ്റ് അഡ്മിഷൻസ് ഇൻ മാംഗ്ലൂർ. ഇനി എങ്ങനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം കൊടുക്കാം, ഗൂഗിൾ ഫോം. പ്ലീസ് ഫിൽ ദാറ്റ് ഫോം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാം. സോ ഞങ്ങൾ ആ നമ്പറിലോട്ട് വിളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ക്യൂറീസ് അതേക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. സോ വി ആർ മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു ഗൈസ്. ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലുള്ള എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വാസ് ടു ടെൽ യു ഗൈസ് ഔട്ട് ദെയർ, പ്ലീസ് ഡോണ്ട് take up something that you are not interested in. Simple as that. Should I repeat it? Please, 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 നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം പോയി എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റേ ഇല്ലാത്ത ഒരു ഏരിയയിലെ കോഴ്സ് എടുക്കാണ്ടിരിക്കുക. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. It is like a burden on your head. I have been there, I am there, so I know. That's why I'm telling you. Okay, please don't take something that you are not interested in. This is the main purpose why I did this video. Okay, take your time. നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങളുടെ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ഫൈൻഡ് ചെയ്യുക. എവ്രി വൺ വിൽ ഡെഫിനറ്റ്ലി ഹാവ് വൺ ഏരിയ ദാറ്റ് യു ലൈക്ക്. സോ ആ ഒരു രീതി തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓഫ് കോഴ്സ് take the opinions from your parents, take the opinion from your aunties, take the opinion from your relatives, no problem, but decision is yours because this is your future. പല തരത്തിലുള്ള കോഴ്സസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ടിപ്പിക്കൽ കോഴ്സസ്. പണ്ടുണ്ടായിരുന്ന ഡോക്ടർ, എൻജിനീയർ, ബികോം അതുപോലത്തെ ആ ഒരു മെയിൻ സ്ട്രീം അല്ലാണ്ട് പല സ്പെഷ്യലൈസ്ഡ് കോഴ്സസും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് സൈബർ ക്രൈം ആൻഡ് ഫോറൻസിക് എന്നൊക്കെ പറയുന്ന പല കോഴ്സസും അവൈലബിൾ ആണ്. ഇഫ് യു ഡോണ്ട് നോ, ഓക്കെ, ദിസ് ഇസ് ദി എറ ഓഫ് സ്പെഷ്യലൈസേഷൻ. സോ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരെയാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പം നല്ല രീതിയിൽ ആലോചിച്ച് ചൂസ് ചെയ്യുക. ബിക്കോസ് ദിസ് ഈസ് യുവർ ലൈഫ്. ഞാൻ വീണ്ടും പറയുന്നു, പ്ലീസ് ടേക്ക് സംതിങ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, ഓർ പ്ലീസ് do something that you really want to do in life. So hope you guys found this video helpful. So admission related any help you want in Mangalore, Chennai, Bangalore, definitely താഴെയുള്ള ഫോം ഫിൽ ചെയ്യുക. We can call you, we can talk to you, we can guide you if you want any help from us. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡെഫിനറ്റ്ലി ഷെയർ ദിസ് വീഡിയോ വിത്ത് ദോസ് പീപ്പിൾ. ആവശ്യപ്പെടും എന്ന് തോന്നുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ആൻഡ് ഹോപ്പ് I conveyed the message that I wanted to say in this video. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.